ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, തിരഞ്ഞെടുപ്പ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും എത്തിയോ? രതീഷ, അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വാർത്താ സമ്മേളനം ആരംഭിക്കുന്നതായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ വാർത്താ സമ്മേളനം നടക്കുന്ന വിജ്ഞാൻ ഭവനിൽ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ SS സന്ധു, മനീഷ് ഗാർഗ്, അതുപോലെ തന്നെ ജ്ഞാനേഷ് ഭാരതി ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. കൃത്യം 4 മണിക്ക് തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്നാണ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ വിജ്ഞാൻ ഭവനിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. കേരളം എന്ന് കേരളത്തിൽ എന്നാണ് വിധിയെഴുത്ത്, അതുപോലെ തന്നെ എന്നാണ് ഈ വോട്ടെണ്ണൽ, കേരളം ഇനി ഭരിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി ഇനി നിമിഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ ഷെഡ്യൂൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള വാർത്താ സമ്മേളനം കൃത്യം 4 മണിക്ക് തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസാന നിമിഷം ഇനി നമ്മൾ എപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നൊക്കെ പ്രവചിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പക്ഷേ ഏപ്രിൽ അവസാന വാരമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം ആരംഭിക്കാനുള്ള ഈ അവസാനപ്പെട്ട ഒരുക്കങ്ങളുടെ ഭാഗമായി ഉള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നമുക്ക് കാണാം, സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കമ്മീഷണർമാരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം സംബന്ധിച്ചുള്ള തീരുമാനം, ഷെഡ്യൂൾ പ്രഖ്യാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ ജ്ഞാനേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഈ വാർത്താ സമ്മേളനം നടക്കുന്ന വിജ്ഞാൻ ഭവൻ എത്തിയിട്ടുണ്ട്. അവർ ഇതിന്റെ തൊട്ട് പിന്നിലുള്ള മറ്റൊരു മുറിയിലാണുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും അതുപോലെ തന്നെ മറ്റ് കമ്മീഷണർമാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും ഈ വാർത്താ സമ്മേളനത്തിന് നടത്തുന്നതിനായി ഇവിടെ എത്തുന്നതായിരിക്കും. ആദ്യം ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതകൾ, തെരഞ്ഞെടുപ്പിന്റെ ഈ സംസ്ഥാനങ്ങളിലെ വോട്ടർമാർ തുടങ്ങിയ കണക്കുകളൊക്കെ അവതരിപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ ഷെഡ്യൂളുമായി സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുക. അരമണി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, അതായത് വിവിധ എത്ര ബൂത്തുകളുണ്ട് എന്നായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഇതുവരെ വരുത്തിയിട്ടുള്ള ഒരുക്കങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം. ഇനിയിപ്പോ നമുക്ക് 5 മിനിറ്റിന്റെ താമസം മാത്രമേ ഉള്ളൂ. 4 മിനിറ്റ് 30 സെക്കൻഡ്. എന്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ആസാം, കേരളം, പുതുച്ചേരി, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ ഈ ഓർഡറിലായിരിക്കും പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്, ഷെഡ്യൂൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. നോക്കാം നമുക്ക് അങ്ങനെ ആയിരിക്കും. ആസാമിലെ തെരഞ്ഞെടുപ്പാണ് ആദ്യം നടക്കാനുള്ള സാധ്യത. കേരളത്തിൽ ഈ വാർത്താ സമ്മേളനം മുഴുവൻ കാണിക്കണമെങ്കിൽ കേരളം ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിക്കേണ്ടി വരും. നീണ്ടുപോകും വാർത്താ സമ്മേളനം. മാത്രമല്ല, കേരളത്തിലെ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ, ആ ഷെഡ്യൂൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്ന എവിടേക്കാണ്? ഉടനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നുണ്ട്. CPMന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 5 മണിക്കുണ്ട്. അങ്ങനെ CPIയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഇനി കോൺഗ്രസുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ എന്നറിയില്ല. ലീഗ് പിന്നെ പറഞ്ഞിട്ടുണ്ട് നാളെ നേതൃയോഗം ചേരാൻ പോവുകയാണ്. ഇന്ന് കുറെ ധാരണയൊക്കെ ആയെങ്കിലും നാളെ നേതൃയോഗത്തിൽ വച്ചതിന് ശേഷമായിരിക്കും ആ പ്രഖ്യാപനം വരിക. മാത്രമല്ല, BJPയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. അവിടെ നിന്നൊരു ചെറിയ പട്ടികയെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. നാളെ കഴിഞ്ഞേ ഉണ്ടാകും. അവസാന മിനിറ്റിൽ വീണ ജോർജ് ഉദ്ഘാടനം നടത്തുന്നത് മാത്രമല്ല കേട്ടോ, അവസാന മിനിറ്റിൽ മമതാ ബാനർജി മതപുരോഹിതന്മാരുടെ ഓണറേറിയം കൂട്ടിയിരിക്കുന്നു. 500 രൂപ വീതം പൂജാരിമാർക്കും മുസ്ലിം പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ഉള്ള ആളുകൾക്കും, അതായത് എല്ലാ മതവിഭാഗങ്ങളിലെയും മതപുരോഹിതരുടെ പൈസ, അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അത് അവസാന മിനിറ്റിലാണ്. ഇനി അവസാന മിനിറ്റിന് സമയമില്ല, 3 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. തെരഞ്ഞെടുപ്പ് തീയതി നമ്മൾ അറിയാൻ പോവുകയാണ്. എപ്പോഴാണ് തെരഞ്ഞെടുപ്പ്, എന്നാണ് വോട്ടെണ്ണൽ, എന്നാണ് പത്രിക കൊടുക്കേണ്ട തീയതി, ഇനി അറിയാൻ വളരെ 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 ചെറിയ മിനിറ്റുകളുടെ ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക്. ബസന്ത് നമുക്കിപ്പോൾ തുടരുന്നു. ബസന്ത്, സാധാരണ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഈ സേനയുടെ വിന്യാസമൊക്കെ എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ സൗകര്യം അനുസരിച്ച് ഓരോ ഘട്ടമായി ഇപ്പോൾ ഈ 5 സംസ്ഥാനങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ കേരളത്തിൽ എപ്പോഴായിരിക്കും എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ ഈ ഊഹാപോഹത്തിനും സൂചനകൾക്കൊന്നും സാധ്യതയില്ല. എങ്കിലും
രതീഷ്, സേനകളുടെ നീക്കം എന്ന് പറയുന്നത് ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങൾ മാത്രമാണ് അത്തരത്തിൽ ഒരു വലിയ ഒരു സംഘാടനത്തിൻ്റെ സേനകളുടെ ഒരു സംഘാടനം ആവശ്യമുള്ളത്. ബംഗാളിലും അതോടൊപ്പം തന്നെ ആസാമിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നടക്കാൻ സാധ്യത ഉള്ളതിനാലാണ് മിക്കവാറും കേന്ദ്ര സേനകളുടെ നീക്കം. അതായത് ഇപ്പോൾ സംസ്ഥാന പോലീസ് സേനയിൽ നിന്നുള്ളവർ തന്നെയാണ് പലപ്പോഴും ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. കേരള പോലീസും പലപ്പോഴും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് പോകാറുണ്ട് പല സ്ഥലങ്ങളിലേക്കും. ഇവയെല്ലാം വിലയിരുത്തുന്നതിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും അതിൻ്റെ ലഭ്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതും. ഇതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്നത്. അസാമിൽ നമുക്കറിയാം, ഈ രണ്ട് സംസ്ഥാനങ്ങൾ ബംഗാളിലും ആസാമിലും ഏറ്റവും വലിയ പ്രശ്നം തെരഞ്ഞെടുപ്പ് പ്രശ്നം തന്നെ നുഴഞ്ഞുകയറ്റവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ മേൽ വലിയ തോതിലുള്ള സംഘർഷം അതിർത്തി മേഖലകളിൽ വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ SIR കൂടി കഴിയുമ്പോൾ വോട്ടുകൾ ഒഴിവാക്കപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഏത് തരത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാന്നറിയില്ല. ഈവൻ ആസാമിൽ പോലും അപ്പർ ആസാം മേഖലകളിലൊക്കെ തന്നെ ചിലപ്പോൾ 2 ഘട്ടമായിട്ട് നടത്തുമോ ഒറ്റഘട്ടമായി നടത്തുമോ എന്നുള്ളൊരു വലിയ ആകാംക്ഷയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട തീയതികൾ വരുമ്പോൾ ഈ പറയുന്ന അഭ്യൂഹങ്ങൾക്ക് ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല. ഏതാനും 1 മിനിറ്റ് മാത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷനും കമ്മീഷനിലെ 3 പേരും വരാനുള്ളത്. നമുക്ക് അല്പസമയം കൂടി കാത്തിരുന്നാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ലഭിക്കും. ഇനിയിപ്പോ 2 മിനിറ്റിന്റെ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ എത്തുകയാണ്. ഇനി സാങ്കേതികത്വത്തിന്റെ മാത്രം ദൂരമാണുള്ളത്.